മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചാണ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമുക്കറിയാം. എന്തായാലും യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവാം. ഒരു സാധനം ചെയ്യാം, വെലോസിറ്റി മാറാതെ ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുക യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കുക, അല്ലേ? ഇവിടെ യൂണിഫോം വെലോസിറ്റിയിൽ ഉള്ള ബോഡിയുടെ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ബോഡിയുടെ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി രണ്ടും സെയിം തന്നെയാണ്. യൂണിഫോം മോഷനിലുള്ള അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കുകയാണ്. നമുക്കറിയാം യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബസ് ഇങ്ങനെ. ഇപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിൾ പറയുന്നത് വേണ്ട നമുക്ക് ഗ്രാഫിലേക്ക് വരാം. ഒരു ബസ് എന്ത് ചെയ്യാണ്? പോവാണ്. ബസ് പോകുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഒരു 12 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. 12 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 12:05 ആയപ്പോൾ 12 മണിക്ക് തുടങ്ങിയ ബസ് 12:05 ആയപ്പോൾ ഒരു കാര്യമുള്ള യൂണിഫോം വെലോസിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അത് ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. 12 മണി മുതൽ എപ്പോഴാണ് അവസാനിക്കുന്നത് അതുവരെ അത് യൂണിഫോം വെലോസിറ്റിയിലാണ്, ഒരേ വെലോസിറ്റിയിലാണ്. ഇപ്പൊ 12 മണി മുതൽ 12:05 വരെ അത് 100 മീറ്റർ. 12:05 എന്ന് പറയുന്ന 5 മിനിറ്റ് കൊണ്ട് 12 മണി മുതൽ 12:05 വരെയുള്ള ആ 5 മിനിറ്റ് കൊണ്ട് അത് 100 മീറ്റർ കവർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 5 മിനിറ്റ് എടുക്കുക. 12:05 മുതൽ 12:10 വരെ അടുത്ത ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം എടുക്കുക. ആ സമയം കൊണ്ട് അത് എത്ര മീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും? ആ 5 മിനിറ്റ് കൊണ്ട് എത്ര ഉണ്ടാവും? ഒരേ വെലോസിറ്റിക്ക് പോവാന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് എത്ര മീറ്റർ കവർ ചെയ്തിട്ടുണ്ടാകും? അത് അടുത്തൊരു 100 മീറ്റർ കവർ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് വീണ്ടും ഒന്നും കൂടി 12:10 മുതൽ 12:15 വരെ അടുത്ത 5 മിനിറ്റ് എടുത്തു. ആ സമയം കൊണ്ടും അത് എത്ര മീറ്റർ തന്നെ കവർ ചെയ്തിട്ടുണ്ടാവും? 100 മീറ്റർ തന്നെ കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്ന സംഭവം. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇവിടെ 5 മിനിറ്റ് വീതം നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ഓരോ 5 മിനിറ്റിലും അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇനി ഇതിന്റെ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെ നോക്കാം, ഗ്രാഫ് കണ്ടുണ്ടാവുന്നത് ഈ ഗ്രാഫിൽ നമ്മൾ സാധാരണ ടൈമുള്ള ഗ്രാഫ് ആണെങ്കിൽ ടൈം എക്സ് ആക്സിൽ കൊടുക്കും, പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വൈ ആക്സിൽ കൊടുക്കാറുണ്ട്. ഇവിടെ പൊസിഷന് വൈ ആക്സിലും ടൈമിന് എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നോക്കാം, 0 സമയത്ത് 0 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത് 2 മീറ്റർ അപ്പുറത്താണ്. നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ അത് നിൽക്കുന്ന എവിടെയാണ്? 2 മീറ്റർ അപ്പുറത്താണ്. ഓക്കെ, ഇവിടെ പോയി. ഇനി 1 സെക്കൻഡ് ആയപ്പോ അത് എവിടെ എത്തിയിട്ടുണ്ട്? 3-ലെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് അത് എത്ര മീറ്റർ കവർ ചെയ്തു? 1 മീറ്റർ കവർ ചെയ്തു, അല്ലെ? 1 സെക്കൻഡ് ആയപ്പോൾ 2-ലായിരുന്നു ഉണ്ടായിരുന്നു. 0-ൽ അത് 0 സെക്കൻഡിൽ 2-ലായിരുന്നു. 1 സെക്കൻഡ് ആയപ്പോൾ അത് എവിടെ എത്തി? 3-ലേക്ക് എത്തി, അല്ലെ? അടുത്തൊരു സെക്കൻഡ് എടുക്കാം. അടുത്തൊരു സെക്കൻഡ് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്കൻഡിൽ എവിടെ എത്തിയിട്ടുണ്ടാകും? 1 മീറ്റർ കൂടി കവർ ചെയ്തിട്ടുണ്ടാവണം. നോക്ക്, 4-ലെത്തി, കുറച്ച് മാറ്റം അല്ലേ? ഓക്കെ, 4-ലെത്തി. അടുത്തൊരു സെക്കൻഡ് കൂടി എടുത്ത് മൂന്നാമത്തെ സെക്കൻഡിൽ അത് എവിടെ എത്തിയിട്ടുണ്ടാകും? 5-ലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോ അതിന്റെ ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനാണ്, ചെരിഞ്ഞ ഒരു ലൈനാണ് നമുക്ക് കിട്ടുക. ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഓഫ് എ യൂണിഫോം മോഷൻ. ആരുടെ മറക്കണ്ട, എല്ലാവർക്കും അല്ല, യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ നമ്മൾ ഏരിയ കണ്ടാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞു. സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ആക്സിസിലുള്ളത് എന്താണോ, വൈ ആക്സിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, പൊസിഷൻ ചേഞ്ച് അല്ലേ? പൊസിഷൻ ചേഞ്ച് എവിടെയാണ് പെടുന്നത്? പൊസിഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. വൈ ആക്സിലുള്ളത് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിലുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുക, അല്ലെ? സ്ലോപ്പ് കാണാൻ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വെലോസിറ്റി അല്ലേ? അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ. ആ യൂണിഫോം മോഷന് അതിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതൊരു പോയിന്റാണ്. ഓക്കെ, ഗ്രാഫിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിന്റെ ഗ്രാഫാണ് തിരിച്ചറിയാനാണ്. ഇവിടെ ഗ്രാഫ് ഒന്നാമത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ സ്ലോപ്പ് ഒബ്ലിക്റ്റായിട്ടുള്ള ഒരു ലൈനാണ് കൊടുത്തിട്ടുള്ളത്, ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വരുമ്പോൾ എന്തിന്റെ ഗ്രാഫായിരിക്കും? സ്ട്രൈറ്റ് ചെരിഞ്ഞിട്ട് ഇതിന്റെ അതുപോലെ തന്നെ അല്ലേ? യൂണിഫോം മോഷന്റെ ഗ്രാഫാണ്. പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം കൂടുന്നതനുസരിച്ച് പൊസിഷനും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് യൂണിഫോം മോഷൻ ഗ്രാഫാണ്. അടുത്തത് നോക്കാം, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. പൊസിഷൻ എക്സ് പൊസിഷനെ റെപ്രസെന്റ് ചെയ്ത ലെറ്ററാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇവിടെ ഒന്നാമത്തെ സെക്കൻഡിലും രണ്ടാമത്തെ സെക്കൻഡിലും മൂന്നാമത്തെ സെക്കൻഡിലും ഒക്കെ പൊസിഷൻ ഈക്വൽ അല്ല. ഈ പൊസിഷന് ഒരു ചേഞ്ചില്ലല്ലോ, പൊസിഷൻ മാറ്റുന്നില്ല. സമയം കൂടിയാലും പൊസിഷൻ ഒരു മാറ്റമില്ല. ഫുൾ ടൈം എടുത്തില്ല, കൂടുന്നില്ല കുറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ? പൊസിഷൻ ഒരു മാറ്റവും ഇല്ല, അതോടൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. സമയം പോയിക്കോട്ടെ, ഞാനിങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക? ആ ബോഡി എന്തിനാണെന്ന് പറയാൻ പറ്റും? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. അല്ലണ്ടാവാ? അപ്പൊ ഈ ബോഡി എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് നിൽക്കുന്നത് അല്ലെ? അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിന്റെ എന്ന് പറയാൻ പറ്റും. എന്തിനാണ്ടാവുക? ഇവിടെ ടൈം കൂടുന്നു, പക്ഷേ ആർക്കും മാറ്റില്ല. വെലോസിറ്റി നോക്കി, ഒന്നാമത്തെ സെക്കൻഡ് നോക്കി ഇവിടെ തന്നെ, രണ്ടാമത്തെ സെക്കൻഡ് നോക്കി ഇവിടെ തന്നെ. വെലോസിറ്റി ഒരു മാറ്റമില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തിൻ്റെതാണെന്ന് പറയാൻ പറ്റും? വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം മോഷൻ്റെതാണ്. അല്ലെങ്കിൽ വെലോസിറ്റിക്ക് മാറ്റമില്ലാത്ത വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിന്റെ യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ പറയുന്നത് രണ്ട് മൂന്ന് വാക്കുകൾ യൂണിഫോം വെലോസിറ്റി എന്താന്ന് പറഞ്ഞല്ലേ. അതേപോലെ അടുത്തൊരു വാക്കാണ് വേരിയബിൾ വെലോസിറ്റി എന്നുള്ളത്. വേരിയബിൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂണിഫോം വെലോസിറ്റി എന്നാണ് എന്തായിരുന്നു? വെലോസിറ്റി ഒരേപോലുള്ളത്, വെലോസിറ്റി മാറാതിരിക്കുന്നതിനെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. വേരിയബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെലോസിറ്റി അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അൺഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇതാണ് വേരിയബിൾ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാണ്? തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്, ബസ്സിൽ ഇങ്ങനെ പോവാണ്. ബസ് എല്ലാ സമയത്തും ഒരേ സ്പീഡിലാണ് പോവാ അല്ല. ചില സമയത്ത് സ്റ്റോപ്പിലെത്തുമ്പോൾ അത് സ്ലോ ആക്കും, നിർത്തുന്നുണ്ട്, വെലോസിറ്റി സീറോയിലേക്ക് വരുന്നുണ്ട്, പിന്നെ അത് കൂട്ടുന്നുണ്ട്, ചിലയിടത്ത് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടും കുറയും ഒക്കെ കുറവിട്ടാണ് പോകാനുണ്ടാവുക. അപ്പൊ അങ്ങനെ പോകുന്നതിനെയാണ് അതായത് നമ്മൾ ഓരോ സെക്കൻഡുകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഓരോ 5 സെക്കൻഡുകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഓരോ 2 സെക്കൻഡുകൾ എടുത്ത് നോക്കിയാലും അങ്ങനെ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതിനെയാണ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ അത്തരം മോഷനെയാണ് നമ്മൾ വിളിക്കുക വേരിയബിൾ വെലോസിറ്റി എന്ന് വിളിക്കുക. അതിന്റെ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വെലോസിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ വേരിയബിൾ വെലോസിറ്റിയുടെ കേസിൽ മറ്റൊരു വാക്ക് കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആവറേജ് വെലോസിറ്റി കാണാൻ പറ്റും. വേരിയബിൾ ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ഒന്നല്ല. ഇത് വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് വെലോസിറ്റി കാണാൻ പറ്റും. ആവറേജ് വെലോസിറ്റി കാണാം. അതായത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ അത് ആവറേജ് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്താൽ മതി? നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. ആവറേജ് വെലോസിറ്റി കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിട്ട് എത്ര ടൈം എടുത്ത് നോക്കുക. ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നുള്ളത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. ഇതേപോലെ തന്നെയാണ് ആരും പറ്റിയ സ്പീഡിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ് കേട്ടോ. ആവറേജ് സ്പീഡ് ആണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റിന് പകരം അവിടെ എന്ത് പറയണം? ഡിസ്റ്റൻസ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പൊ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. വാട്ട് യു മീൻ ബൈ ആവറേജ് വെലോസിറ്റി എന്നുള്ളത്.
ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിവൈഡ് ചെയ്യുന്നത് ടോട്ടൽ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കട്ടോ. ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഒരാൾ വന്നിട്ട് പറയാണ് ഒരു ബസ് എന്ത് ചെയ്യാണ് v1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ t1 ടൈം ട്രാവൽ ചെയ്തു. ആദ്യത്തെ ടൈമിൽ എന്ത് വെലോസിറ്റി ട്രാവൽ ചെയ്തു? t1 എന്ന് പറയുന്ന ടൈം. ആദ്യത്തെ t1 എന്ന് പറയുന്ന ടൈമിൽ എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നു? അതിന് v1 എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് t1 ടൈം കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റിക്ക് മാറ്റം വരുത്തിയിട്ട് ഗിയറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നതൊക്കെ മാറ്റിയിട്ട് എന്താക്കി? എന്നിട്ട് t2 എന്ന് പറയുന്ന ആ ടൈം അത്രയും സമയം t2 എന്ന് പറയുന്ന അത്രയും സമയം അത്രയും ക്വസ്റ്റ്യൻ പറയണമെന്നില്ല, ജസ്റ്റ് t2 എന്ന് കൊടുക്കും. അത് അത്രയും സമയം അത് പോയത് v2 എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലാണ്. അപ്പൊ രണ്ട് സംഭവങ്ങളാണ്, രണ്ട് വെലോസിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് അല്ലെങ്കിൽ നമ്മൾ ആ സഞ്ചരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ രണ്ട് വെലോസിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് v1 എന്ന് പറഞ്ഞ വെലോസിറ്റി, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി v2 എന്ന് പറഞ്ഞ വെലോസിറ്റി ആക്കി. ആദ്യത്തെ v1 എന്ന് പറഞ്ഞ വെലോസിറ്റി എത്ര സമയം ആ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു? t1 എന്ന് പറയുന്ന അത്രയും സമയം ട്രാവൽ ചെയ്തു. രണ്ടാമത്തെ t2 എന്ന് പറയുന്ന വെലോസിറ്റി ടൈം അത്രയും സമയം v2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു. ഇത് രണ്ടും കൂടിയാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി? ഇതാണ് നമുക്ക് കാണാനുള്ളത്. എന്താണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി? നമുക്കറിയാം ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ആണ് നമുക്ക് വെലോസിറ്റി ടൈം അല്ലേ ഉള്ളൂ. അതിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ നോക്കാം വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പണ്ട് നമുക്കറിയാം v s by t ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇതിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് s v t കൂടെ. അപ്പോ ഈ ഒന്നാമത് പറഞ്ഞ ആ സമയം കൊണ്ട് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് s1 എന്ന് കൊടുക്കുകയാണെങ്കിൽ s1 v1 into t1 കൂടെ s1 v1 into t1 എന്ന് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ s2 v2 into t2 കൂടെ s2 v2 into t2 കൊടുത്തു. ഇനി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ചെയ്താൽ മതി. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. s1 s2 കൂടി ആഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ s1 എന്താ v1 into t1 പ്ലസ് s2 എന്താ v2 into t2 രണ്ടും കൂടി പ്ലസ് ചെയ്യും. ഇനി നമുക്ക് ടോട്ടൽ ടൈം കാണില്ല. ടോട്ടൽ ടൈം കാണാനേ എന്ത് ചെയ്താൽ മതി? t1 പ്ലസ് t2 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം കിട്ടി. ഇനി ആവറേജ് വെലോസിറ്റി കാണാൻ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ കിട്ടുന്നത്? v1 t1 പ്ലസ് v2 into t2 അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്തായിരുന്നു? t1 പ്ലസ് t2. t1 പ്ലസ് t2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് വെലോസിറ്റി കിട്ടി. കിട്ടിയില്ലേ? അപ്പൊ നോക്കി. അപ്പൊ ഇതാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയത്. ഇതാ ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വിചാരിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: t1 ഉം t2 ഈക്വൽ ആണ്. t1 ഉം t2 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് മാറ്റാണ് വരികയാണെന്ന് നമുക്ക് നോക്കട്ടോ. ഇഫ് t1 is equal to t2 രണ്ടും ഈക്വൽ ആണ്. പിന്നെ നമ്മൾ t1 t2 എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കൊടുത്താൽ മതി? t എന്ന് കൊടുത്താൽ മതി. t1 is equal to t2 ആണ്. നമ്മൾ എന്ത് കൊടുത്തു? അതിനെ രണ്ടിനും കൂടി t എന്ന് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലെ t1 t2 എന്നതിന് പകരം t എന്ന് കൊടുത്തിട്ട് v1 into t plus v2 into t divided by t plus t എന്നതിന് കൂടെ ഇവിടെ നോക്കാം. ഇവിടെയും t ഇവിടെയും t കോമൺ ആയതുകൊണ്ട് രണ്ട് സൈഡിൽ ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് ആക്കിയിട്ട് എഴുതി കൂടെ. എഴുതി കൊടുത്തു t into ബ്രാക്കറ്റിൽ ബാക്കി എഴുതി v1 plus v2 t into v1 plus v2 divided by t plus t എന്നാണ്. t plus t രണ്ട് t അല്ലേ? t plus t എന്ന് പറഞ്ഞാൽ രണ്ട് t അല്ലേ? 2t എഴുതിച്ചു. ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോവാണ്ട് നമുക്ക് നേരെ ഈ ടിയും കൂടി ക്യാൻസൽ ചെയ്തൂടെ കേട്ടോ. രണ്ട് ടിയും കൂടി ക്യാൻസൽ ചെയ്തു. ബാക്കി ഉണ്ടാവുക v1 plus v2 divided by 2 അല്ലേ? v1 plus v2 divided by 2. ഇതാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. എങ്ങനെയാണെങ്കിൽ ടൈം ഇന്റർവെൽ രണ്ട് പകുതിയാണ് ടൈം എഴുതുന്നുണ്ടെങ്കിൽ if t1 t2 is equal to t ആണെങ്കിൽ if t1 is equal to t ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി is equal to v1 plus v2 divided by 2 എന്നാണ് ഇടാറ് അല്ലേ?